ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങേ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ ഇന്നും കടപ്പെട്ടവരാകുന്നു. നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകമായ ദിവ്യ സന്ദേശം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും ശരണവും ഞങ്ങളിൽ വർദ്ധിക്കുവാനും ഞങ്ങൾ രക്ഷപ്രാപിച്ച നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം ഗുരുവാശ്രമിച്ചാലും മിശിഹായെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നമ്മുടെ കർത്താവ് എന്ന പോലെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും മിശിഹ സഭയുടെ ശിരസും ശരീരത്തിന്റെ രക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാകുന്നു. അതിനാൽ തിരുസഭ മിശിഹയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും സ്വന്തം ശരീരത്തെ എന്നവണ്ണം നിങ്ങൾ അവരെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കുകയില്ല. മിശിഹ തന്റെ സഭയെ എന്ന പോലെ ഓരോരുത്തരും അതിനെ തീറ്റിപ്പോറ്റുന്നു. നാം മിശിഹയുടെ ശരീരത്തിലെ അവയവങ്ങളാണല്ലോ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 19 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. പ്രീശന്മാർ അടുത്ത് ചെന്ന് ഈശോയെ പരീക്ഷിക്കുവാനായി ഇപ്രകാരം ചോദിച്ചു: ഏതെങ്കിലും കാരണത്താൽ ഒരാൾക്ക് തന്റെ ഭാര്യയെ പരിത്യജിക്കുവാൻ പാടുന്നു? അവിടുന്ന് അവരോട് അരുളി ചെയ്തു: സ്രഷ്ടാവ് ആദിയിൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. തന്നിമിത്തം പുരുഷൻ തന്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമാകുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈ പെന്തക്കോസ്ത് ദിനം ഈ വിവാഹം ആശീർവദിക്കപ്പെടുവാൻ ഇടവന്നത് നിശ്ചയിച്ചില്ലെങ്കിലും പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൂടുതൽ നന്മയ്ക്കായിട്ട് ഭവിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ദിവസം സഭയുടെ ഔദ്യോഗിക തുടക്കം കുറിച്ച പെന്തക്കോസ്ത് ദിനം തന്നെ
ഈ വിവാഹ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാൻ ഒത്തുകൂടിയിട്ടുള്ള നമ്മൾ ഓരോരുത്തരും രാജ്യവുമായിട്ടോ അനുവുമായിട്ടോ ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടവരാണ്. ഇന്ന് അവർ കുടുംബജീവിതം ആരംഭിക്കുന്നതോടുകൂടി നമ്മളെല്ലാവരും ഒരു തരത്തിൽ ബന്ധുക്കളാവുകയാണ്. എന്ന പ്രേക്ഷിത വേലയിൽ നിന്ന് ഒരു പുത്തൻ പ്രേക്ഷിത മേഖലയിലേക്കുള്ള പ്രവേശമാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകമായ ഒരു സ്നേഹബന്ധത്തിൽ രണ്ട് സഭകൾ തമ്മിൽ കൂടി ഒരുമിച്ച് പ്രവർത്തനവും ജീവിതവും ആരംഭിച്ചിരിക്കുന്ന അനന്തമായ പരിപാടി ഒത്തിരി സർഗശേഷിയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, CLC പ്രവർത്തകൻ എന്ന നിലയിലും മതാധ്യാപകൻ എന്ന നിലയിലും അതെല്ലാം ഉപരിയായി വ്യക്തിപരമായ സുഹൃത്ത് എന്ന നിലയിലും രാജ്യത്തിന്റെ കഴിവുകളും സാധ്യതകളും പ്രത്യേകതകളെല്ലാം അടുത്ത് അറിയാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അനുവിനെ കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അനുവിനെ നേരിട്ടറിയാം. അതിനും ഇവർ ആരംഭിക്കുന്ന കുടുംബ പ്രേക്ഷിതത്വം എല്ലാവർക്കും ഏറ്റവും ആകർഷകവും മാതൃകാപരവുമായി തീരുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച പ്രത്യാശ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ, ഇവർക്ക് നന്മകൾ നേടാൻ, ഇവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ ഈ ബലിയിലും ഈ തിരുക്കർമ്മങ്ങളിലും പങ്കുചേരുക. ഇന്ന് കുടുംബജീവിതം ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. മാതൃകകൾക്ക് വേണ്ടി മനുഷ്യർ പരക്കം പായുന്ന ഒരു കാലഘട്ടം. ഞാൻ മാതൃക എന്ന് കൃത്യം പറയുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസുന്ദരി പട്ടത്തെ കുറിച്ച് മറ്റ് അവാർഡുകളെ കുറിച്ചൊക്കെ ആയിരിക്കും പെട്ടെന്ന് നിങ്ങൾ ചിന്ത കടന്നു പോകുക. അതുകൊണ്ടാണ് മാതൃക എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചത്. എന്താണെന്ന് മാത്രം പുറത്തൊരാളോട് ചോദിച്ചു. പരിപൂർണമായിട്ടും അലിഞ്ഞു ചേർന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രത്യാശയും പ്രതീക്ഷയും പകരുന്ന കുടുംബജീവിതത്തിന്റെ മോഡലാകാൻ, മാതൃകയാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ആശംസയും പ്രാർത്ഥനയും. നിങ്ങൾക്കതിന് സാധിക്കും. മനുഷ്യന് അസാധ്യമാകുന്നിടത്ത് ദൈവത്തിന്റെ പ്രഭാവനം ശക്തമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് അവിടെ ഒഴുക്കി കൊടുക്കുന്നുണ്ട്. പൗലോസ്ലിഹ സ്വന്തം ജീവിതത്തിൽ ഒത്തിരി ഓട്ടമോടി പ്രേക്ഷിതവേല ചെയ്തതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, കർത്താവ് എനിക്കൊരു മുള്ള നൽകി. തനിക്കുണ്ടായിക്കൊണ്ടിരുന്ന നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രലോഭനത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ചരിത്രത്തിന്റെ ഗതിയിൽ അത്തരത്തിലാണ് ദൈവം കാര്യങ്ങൾ ഒരുക്കുന്നത്. ആ നിലയിൽ തലമുറകളുടെ മാതാവും പിതാവുമാകാനായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ വലിയ ആനുകൂല്യം, വലിയ അവകാശം, സന്തോഷകരമായ അനുഭവം ഏറ്റവും ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാനും ദൈവത്തിന്റെ കൃപാവരത്തോട് കൃപാവർഷത്തോട് സഹകരിച്ചുകൊണ്ട് ജീവിതത്തെ ഏറ്റവും മേന്മയേറിയതാക്കുന്നതിനും മാറ്റുള്ള കുടുംബജീവിതത്തിന്റെ സ്വർണത്തിന്റെ മാറ്റം പറയുന്നത് പോലെ 22 കാലത്തും നമ്മൾ പറയുന്നു. ഏറ്റവും മാറ്റുള്ള വെട്ടിത്തിളങ്ങുന്ന ശോഭിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചൈതന്യം ജീവിതത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന മനോഭാവങ്ങളിലും സമീപനങ്ങളിലും തീരുമാനങ്ങളിലും നടപടിക്രമങ്ങളിലും യേശുവിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന കുടുംബജീവിതത്തിന്റെ യഥാർത്ഥ പ്രയോക്താക്കളാകുവാൻ നിങ്ങൾക്ക് ഈശോനാഥൻ ധാരാളം അനുഗ്രഹം നൽകട്ടെ. പരിശുദ്ധാത്മ അത് നിങ്ങളെ നിരന്തരം സഹായിക്കട്ടെ എന്ന ആശംസയോടെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥനാപൂർവമായ വിജയാശംസകൾ നേർന്നുകൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനകളും നിങ്ങൾക്കായി അർപ്പിച്ചുകൊണ്ട് പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആരെങ്കിലും ആരെങ്കിലും സാക്ഷിയെ രാജു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ അനുവിനെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. അനു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി രാജുവിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഇതിന് സാക്ഷികളാണ്. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ.
നമ്മുടെ കർത്താവ് യേശുവിന്റെ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ബന്ധിക്കുന്ന ഈ കുരിശിനെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താനി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും അവർ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഈ കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. മന്ത്രകോടി വെച്ച് വഴി അങ്ങേ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ലോകത്തിൽ നിഷ്കളങ്കനായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവൾക്കിടയാകട്ടെ. പ്രതിജ്ഞ രണ്ടുപേരും കൂടി ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ ഈ നിമിഷത്തിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. തിരുസഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും വഴിപ്പെടാതെ പരസ്പരം വിശ്വസിക്കുവാനും കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും ദൈവം നൽകുന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തുവാനും തിരുക്കുടുംബത്തിന് മാതൃകയിൽ കുടുംബസമാധാനം പുലർത്തുവാനും സമാധാനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാർ സന്തോഷപൂർവ്വം ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാനും അങ്ങനെ വിശ്വസ്തരായ ദാസർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന തീയതികൾ നേടുവാൻ ഇവരെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് തലകുലിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും ഇവരുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ഇവർക്കുണ്ടാകുന്ന സന്താനങ്ങളെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിച്ചു കൊള്ളണമേ. ആരോഗ്യവുമായ നൽകി വരനെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ വരങ്ങളാലും ആന്തരിക സൗന്ദര്യത്താലും ഈ വധുവിനെ അലങ്കരിക്കണമേ. അങ്ങനെ സഭയിൽ പുതുതായി രൂപം കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ ഞങ്ങൾ എല്ലാവരെയും ആശീർവദിക്കണമേ. ആമേൻ. Amen.
സഹോദരരെ സുഖനാകുന്ന വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാൻ അവിടുത്തെ രക്തം പാനം ചെയ്യുവാൻ തിരുസമാധാനം ശരീരം നിർത്തവും കടകളെ വധിക്കും നിത്യജീവനാണ്. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ സിംഹായത്തിൽ പരിശുദ്ധവും ജീവനായ ദൈവീകമായ പ്രാർത്ഥനകളെയും അങ്ങനെയുള്ള കടകളും പാവങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും ജീവിത സഖ്യം നൽകിയ സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കി ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അബ്രാഹത്തെയും സാറായെയും സന്താനത്തെ അനുഗ്രഹിച്ച ദൈവം ആരോഗ്യവും ദീർഘായുസ്സും നൽകിയുള്ള ജീവിതം ഐശ്വര്യപൂർണ്ണമാകട്ടെ.
നിങ്ങളുടെ ആശയങ്ങൾ പ്രതീക്ഷകളോടെ സഫലമാകട്ടെ. ആവശ്യവേണ്ട സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ